മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് വീണ്ടും സുപ്രഭാതം. ഇടതുപക്ഷത്തിന് അനുകൂല പരസ്യം വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് സമസ്ത നേതൃത്വം മുസ്ലിം ലീഗിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ പരസ്യം നൽകിയതിനെ തുടർന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം മുസ്ലിം ലീഗ് പ്രവർത്തകർ തെരുവിൽ കത്തിച്ചത് ഏറെ വിവാദമായിരുന്നു. ലീഗ് നേതൃത്വവും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള തർക്കം ഇതോടെ രൂക്ഷമാവുകയും ചെയ്തു. കാലാകാലങ്ങളായി UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത വോട്ടുകളിൽ ഇക്കുറി വൻ ചോർച്ച ഉണ്ടാകുമെന്ന് വ്യക്തമായതോടെയാണ് സമസ്ത ലീഗ് പോര് തെരുവിലേക്കും എത്തിയത്. സമസ്തയുടെ ഔദ്യോഗിക ജിഹ്വ കൂടിയായ സുപ്രഭാതം പത്രം പരസ്യമായി കത്തിച്ചതിനെ അത്യധികം വൈകാരികമായിട്ടാണ് സമസ്ത നേതൃത്വം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഒന്നിനു പകരം 2 പരസ്യങ്ങൾ ഇന്നത്തെ സുപ്രഭാതത്തിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതറാതെ ഇടതുപക്ഷം, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. ഈ സന്ദേശമാണ് സുപ്രഭാതത്തിന്റെ ആദ്യ പേജിലും അവസാന പേജിലുമുള്ള LDF പരസ്യത്തിലുള്ളത്. സുപ്രഭാതത്തിൽ വന്നത് കേവലം പരസ്യം മാത്രമാണെന്നും പരസ്യത്തിലെ ആശയങ്ങൾക്ക് മാനേജ്മെന്റിന് ഒരു ഉത്തരവാദിത്തമില്ലെന്നും വേണമെങ്കിൽ അവകാശപ്പെടാമെങ്കിലും ഈ വിധം ഒരു പരസ്യം സുപ്രഭാതത്തിൽ തന്നെ നൽകിയതിലും സുപ്രഭാതം വലിയ പ്രാധാന്യത്തോടെ അത് പ്രസിദ്ധീകരിച്ചതിലും സുവ്യക്ത രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തന്നെയാണുള്ളത്. സുപ്രഭാതത്തിന്റെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും എഡിഷനുകളിലാണ് ഈ വിധം പരസ്യമുള്ളത്. MV ജയരാജനും K ശൈലജയ്ക്കും വോട്ട് ചെയ്യാനുമാണ് പരസ്യത്തിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രത്തോടു കൂടിയുള്ള പരസ്യത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളത് ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്നുമുണ്ട്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാക്കാനും അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാനുമുള്ള നീക്കങ്ങളാണ് CPM നടത്തുന്നതെന്നത് വ്യക്തം. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന കുറുക്കനാണ് CPM എന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ തുറന്നടിച്ചതിന് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഇടങ്ങളിൽ മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള നീക്കങ്ങളാണ് കുറച്ചുകാലമായി ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് സംഭവിക്കുന്ന വീഴ്ചകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാണ് CPM സമസ്തയടക്കമുള്ള പ്രസ്ഥാനങ്ങളുമായി അടുപ്പം സ്ഥാപിച്ചതെന്നത് വ്യക്തം. ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന പല നിയമങ്ങളും പാർലമെന്റിന്റെ പരിഗണനയിൽ വന്ന സമയത്ത് ലീഗ് അടക്കമുള്ള UDF പ്രതിനിധികൾ നിരുത്തരവാദപരമായി പെരുമാറിയെന്ന ആരോപണം UDF പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട്. സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഏറെക്കാലത്ത് ആവശ്യമായ NIA നിയമ ഭേദഗതി ബിൽ പരിഗണനയ്ക്ക് വന്നപ്പോൾ അനുകൂല നിലപാടാണ് കോൺഗ്രസ് MPമാർ എടുത്തത്. മുത്തലാഖ് നിയമം, CAA ഭേദഗതി തുടങ്ങിയ ചർച്ചാവേളകളിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമാണ് ലീഗ് അടക്കമുള്ള UDF MPമാർ ചെയ്തത്. CPM അടക്കമുള്ള മറ്റ് ഇടതുപക്ഷ MPമാരാണ് അന്ന് ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയത്. ഈ വിധം സംഭവ വികാസങ്ങൾ കേരളത്തിലും വലിയ ചർച്ചയാക്കി ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. മുസ്ലിം സാമുദായിക സംഘടനാ നേതൃത്വവുമായുള്ള CPMന്റെ ബന്ധങ്ങൾ ശക്തമാകുന്നതും ഈ വിധത്തിലാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ആ വിധം ബന്ധങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ലീഗ് സമസ്ത ബന്ധങ്ങൾ വഷളാക്കാനുള്ള ഒരു അവസരവും ഇവർ പാഴാക്കാത്തത്. സമസ്തയുമായുള്ള ബന്ധങ്ങൾ വടക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സഹായകമാകുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, പൊന്നാനി, മലപ്പുറം തുടങ്ങിയ ഇടങ്ങളിൽ സമസ്ത നിലപാടുകൾ നിർണായകമായി മാറുകയും ചെയ്യും. ഒരർത്ഥത്തിൽ ലീഗ് നേതൃത്വം ഭയക്കുന്നതും ഈ സാഹചര്യത്തെയാണ്. അതേസമയം പിണറായി അടക്കമുള്ള CPM നേതാക്കളുമായും ഇടതുപക്ഷവുമായും എല്ലാം ഊഷ്മള ബന്ധമുണ്ടെങ്കിലും ഇലക്ഷൻ പ്രചരണത്തിനായി സമസ്തയുടെ പേര് ഉപയോഗപ്പെടുത്തുന്നതിൽ സമസ്ത നേതൃത്വത്തിന് കടുത്ത വിയോജിപ്പുമുണ്ട്. സമസ്ത അണികൾക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ഈ സന്ദർഭത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന മട്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും മറ്റ് നേതാക്കൾക്കും സംയുക്ത പ്രസ്താവന ഇറക്കേണ്ടി വന്നത്. കുളം കലക്കി മീൻ പിടിക്കാനുള്ള നീക്കമാണ് ലീഗ് സമസ്ത വിഷയത്തിലൂടെ CPM നടത്തുന്നതെന്നത് വ്യക്തം. എന്നാൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.